ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ്. ഇന്ന് എനിക്കും ഹസ്ബൻഡിനും ഓഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. ഇവിടെ ഇന്നിപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്. ഞങ്ങളിന്ന് ഓഫായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ എണീറ്റത്. ഇന്നലെ ഒരു മൂവിയൊക്കെ കണ്ട് കിടന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഇന്ന് അത്ര വലിയ ബിസി ഡേ ഒന്നുമല്ല. പ്രത്യേകിച്ച് കാര്യപ്പെട്ട പരിപാടികളൊന്നുമില്ല. ചെറിയ വീട്ടിൽ കുറച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ചെറുതായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം കുറച്ച് എനർജിക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര മിക്സഡ് ക്ലൈമറ്റ് ആയിരുന്നു. തണുപ്പ്, വെയിൽ, മഴ അങ്ങനെയൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ കുറച്ച് എനർജിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാലോ ഇന്ന് എങ്ങനെയാണ് എൻ്റെ ഡേ പോകുന്നതെന്നൊക്കെ. ഞാൻ രാവിലെ എണീറ്റാൽ മിക്ക ദിവസങ്ങളിലും വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അത് ഇൻറ്റൻഷനലി പ്ലാൻ ചെയ്ത് കുടിക്കുന്നതൊന്നുമല്ല. രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ദാഹമായിരിക്കും, അങ്ങനെ കുടിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ വാട്ടർ ബോട്ടിൽ കണ്ടിട്ട് അതിശയിക്കേണ്ട കേട്ടോ. ഇത് 250 ml ചെറിയൊരു വാട്ടർ ബോട്ടിലാണ്. ഇതിലാവുമ്പോൾ ഞാൻ ഒറ്റയടിക്ക് വെള്ളം അങ്ങ് കുടിക്കും. ആ വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ വെള്ളം കുടിക്കും. അങ്ങനെ 2-3 തവണ കുടിക്കാൻ വേണ്ടി കണക്കാക്കിയിട്ടാണ് ഈ ചെറിയ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യുന്നത്. എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ അത് യൂസ് ചെയ്യുന്നതിന്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വായി നോട്ട ഒരു ശീലമായതുകൊണ്ട് പുറത്ത് പോയി നിന്നിങ്ങനെ വായൊക്കെ നോക്കുകയായിരുന്നു, ആരൊക്കെ പോകുന്നുണ്ട്. നല്ല ചെക്കന്മാരൊക്കെ പോകുന്നുണ്ടെങ്കിലും പിന്നെ രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. തക്കാളിക്കറി ഉണ്ടാക്കാൻ നോക്കി ഇപ്പോൾ ഉള്ളിയില്ല. അപ്പോൾ കുറച്ച് കുഞ്ഞുള്ളിയും സ്പ്രിംഗ് ഒണിയനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറയണതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല പുളിയൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് ചെമ്മീൻ്റെ കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ അതിൻ്റെ ഗ്രേവിയും ദോശയും മീനും. ദോശയും നല്ല ടേസ്റ്റാണല്ലോ, അങ്ങനെ കഴിച്ചു. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് എൻ്റെ ഹസ്ബൻഡ് അവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പോയി കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഉണ്ടാക്കുന്നതാണ്. തക്കാളിക്കറി നന്നായിട്ടുണ്ടല്ലേ ചേച്ചാ? ഇതാണ് കേട്ടോ എൻ്റെ ദോശയും കറികളൊക്കെ. ഞാനൊരു 4 ദോശ കഴിച്ച് കാണും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇവിടെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ഇത്ര വെയിലൊന്നും ഉണ്ടാവാറില്ല. ഇന്നലെ വരെ ഇവിടെ ഒരു മിക്സഡ് ക്ലൈമറ്റ് ആയിരുന്നു. ഭയങ്കര വെയിൽ, മഴ, അങ്ങനെയായിട്ടൊരു മിക്സഡ് ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഒട്ടും ഒരു എനർജി ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അത്യാവശ്യം ഒരു എനർജി ഉണ്ട്. എനിക്ക് പൊതുവേ ഈ ജനലും വാതിലൊക്കെ തുറന്നിടാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഞാൻ നാട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യുന്ന ഒരു കാര്യം അതായിരുന്നു കേട്ടോ. ജനലും വാതിലൊക്കെ തുറന്നിടുക. എന്നിട്ട് ഈ കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ അതിനുള്ള ചാൻസ് ഭയങ്കര കമ്മിയല്ലേ. ഇവിടെ എല്ലായ്പ്പോഴും നല്ലൊരു വെതർ കിട്ടില്ല. ഇന്നിപ്പോൾ സണ്ണ് നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. അറിയില്ല എത്ര നേരം ഉണ്ടാവുമെന്ന്. കാരണം ഇന്നലെ വരെ ഇവിടെ ഭയങ്കര മോശം വെതറായിരുന്നു. കാറ്റ്, വെളിച്ചം, മഴ, അങ്ങനെ ഒരു മിക്സഡ് വെതറായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. നമ്മുടെ മൂഡിനെയൊക്കെ അത് ബാധിക്കും ചെയ്യും. പിന്നെ നമുക്ക് പുറത്തൊന്നും പോകാൻ തോന്നില്ല. ഭയങ്കര തണുപ്പല്ലേ, അപ്പോൾ നമുക്ക് പുറത്തൊന്നും പോകാൻ തോന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ സൺ എക്സ്പോഷർ കമ്മി ആയതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സണ്ണ് പുറത്ത് വരുമ്പോൾ അവരും പുറത്തിറങ്ങി എക്സ്പ്ലോർ ചെയ്യാനാണ് ചാൻസ്. ഞാനും കുറച്ച് കഴിയുമ്പോൾ ഞാനും ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അറിയില്ല ഇനി എന്നാണ് എനിക്കതും കിട്ടുന്നത്, എന്നാണ് ഞാനും ഇതുപോലെ വെയിൽ നോക്കി പുറത്തിറങ്ങേണ്ടി വരിക എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു വെതറാണ് കേട്ടോ. ഞങ്ങൾ പൊതുവേ ഈ വിൻഡോ ഒന്നും അങ്ങനെ തുറന്നിടാറില്ല. എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഒന്നാമത് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ പ്രൈവസിയുടെ ഒരു ഭാഗമായിട്ടും, പിന്നെ രണ്ടാമത് നമ്മൾ ഈ തണുത്ത ക്ലൈമറ്റിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാലേ നമുക്ക് ഉള്ളിലേക്കും ഭയങ്കരമായിട്ട് തണുപ്പടിക്കും. സണ്ണൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉള്ളിലേക്ക് ചൂടാണ് വരിക. അപ്പോൾ ആ 2 റീസൺ കൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും ഇതൊക്കെ, ഈ 2 കേർട്ടൻസ് ഉണ്ട്, ഒന്ന് ഈ ഷീറ്റിൻ്റെയും ഒന്ന് ഈ ക്ലോത്തിൻ്റെയും, മിക്കപ്പോഴും ഇത് ക്ലോസ് ആയിരിക്കും. ഇന്നിപ്പോൾ ഞാൻ നല്ല വെളിച്ചം കണ്ടുകൊണ്ട് ഞാനൊന്നെടുത്ത് തുറന്നിട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ട്. എന്തായാലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഭയങ്കര ബിസി ഷെഡ്യൂളൊക്കെ ആയിരിക്കും എനിക്കും ഹസ്ബൻഡിനും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒന്ന് പുറത്ത് പോയി ഈ വീക്കിനുള്ളൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ കുറച്ച് പണി ചെയ്യാനുണ്ട്. എനിക്ക് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഹസ്ബൻഡിനാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എപ്പോൾ ഒഴിവാകും എന്നറിയില്ല.
ഫ്രീ ആവണതിനനുസരിച്ച് പുറത്ത് പോകാമെന്ന് വിചാരിക്കണു. എനിക്ക് നാട്ടിലെയും ദുബായിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വെയിലിന് ഭയങ്കര ചൂട് പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് നേരം പുറത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ ബേണായ പോലെയും സ്കിന്നൊക്കെ ടിയർ ആവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പം എനിക്ക് ചെറുതായിട്ട് അങ്ങനെ ഒരു ഫീൽ വന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഇത് എൻ്റെ അടുത്ത് ഹസ്ബൻഡും പറയാറുണ്ട് ദുബായിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വെയിലിന് ഭയങ്കര ചൂടാണെന്ന് പറയും. ചിലപ്പോൾ അവിടെയൊക്കെ എ സി ഉണ്ടല്ലോ, ഇവിടെ ഞാൻ മിക്ക വീടുകളിലും എ സി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഫാനൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും മാനേജൊക്കെ ചെയ്യാറ്. പിന്നെ നമ്മൾ സൺസ്ക്രീനൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിനൊക്കെ അതൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഞാൻ പിന്നെ അങ്ങനെ സൺസ്ക്രീനൊന്നും അത്ര യൂസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. പൊതുവെ പുറത്തൊക്കെ പോകുമ്പോൾ റെഡിയായി പോകുമ്പോൾ മാത്രമാണ് സൺസ്ക്രീൻ ഇടുക, അതും ഓർമ്മയുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഇവിടെ വന്ന സമയത്ത് ജോലിയുടെയൊക്കെ ആവശ്യമായിട്ട് ഞാൻ ഉച്ചയ്ക്കൊക്കെ സമ്മറിന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. സമ്മർ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാർട്ടിക്ക് പോയതാണ്. അപ്പം ഞാൻ നോർമൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് പോയപ്പോൾ അവിടെ ആൾക്കാരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്താ ആതിരയുടെ കഴുത്തിൻ്റെ അവിടെ വേറൊരു കളറ്, മുഖം വേറൊരു കളറ്. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോൾ രണ്ടും വേറെ വേറെ കളറായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു സൺസ്ക്രീൻ മേടിച്ചു. കുറേ കാലം കൊണ്ട് നടന്നു. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി കളഞ്ഞു. കുറച്ചൊക്കെ ഉപയോഗിച്ചു കേട്ടോ. പക്ഷെ അത് ഉപയോഗിച്ചപ്പോൾ ആ കളറ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ കളർ അങ്ങ് മാറിയ പോലെ തോന്നി. ഇപ്പം പിന്നെ ഓർമ്മ വരുമ്പോൾ ഇടയ്ക്കൊക്കെ എടുത്ത് പരട്ടും. വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക, മേക്കപ്പ് ചെയ്ത് നിൽക്കുക, സൺസ്ക്രീൻ ഇടുക, അങ്ങനെയുള്ളൊരു കൂട്ടത്തിലല്ല കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് പോകാൻ പോവാണ്. കാരണം കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇനി ഈ വീക്കിൽ ഓടണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടി പോവാം. അപ്പോൾ ബാഗൊക്കെ എടുത്തു, ബാഗും കാർഡൊക്കെ എടുത്തു. മുഖ്യമായിട്ടുള്ള കാര്യമാണത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വാംലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടുത്തെ അസ്റ്റയിലാട്ടോ ഞങ്ങൾ വന്നത്. ഞങ്ങൾ മിക്കപ്പോഴും ഷോപ്പിങ്ങിന് ഇവിടെയാണ് വരാറ്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ കേക്ക് ബോക്സിൽ നിന്ന് കേക്കോ അല്ലെങ്കിൽ അസ്റ്റയിൽ നിന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത സാധനമൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലിഡില്ല വന്നത്. അവിടെ നിന്ന് കുറച്ച് സാധനം മേടിക്കണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ 6:30 തോന്നണില്ല അല്ലേ ഉച്ചയായ പോലെ തന്നെ എപ്പോഴും. വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എൻ്റെ ഹസ്ബൻഡ് ഇതിനൊക്കെ മറുപടി പറയുന്നുണ്ട് കേട്ടോ, മൈക്കില്ലാത്തതുകൊണ്ട് കേൾക്കാത്തതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി. നല്ല വെതറായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ചുറ്റുമുള്ള ചെറിയ ചെറിയ റോഡിലൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി പോയി. മാറ്റി കൊടുക്കാന്ന് പറഞ്ഞതാ. 3 മാസം കഴിഞ്ഞിട്ട് അവർക്ക് പ്രൊബേഷൻ മാറ്റി കൊടുക്കണില്ല. ഞങ്ങളുടെ ഇവിടെ അടുത്താണ് ബർമിംഗ്ഹാം എയർപോർട്ട്. അവിടേക്ക് ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റായത്. പണ്ട് ദുബായിലിരിക്കുമ്പോഴും ഞങ്ങൾ ഇതുപോലെ ഈവനിങ്ങിൽ നടക്കാൻ ഇറങ്ങാറുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാറ്. പ്രത്യേകിച്ച് ഞങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറ്. പിന്നെ എന്താ ഫ്യൂച്ചർ പ്ലാൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാറ് ഞങ്ങൾ നടന്നു പോണ സമയത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും നടക്കാൻ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ വെതറിന് അത് എപ്പോഴും പറ്റാത്തതുകൊണ്ട് വളരെ റെയറായിട്ടാട്ടോ ഈ നടത്തം സംഭവിക്കാറ്. വന്നിട്ട് എനിക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഹസ്ബൻഡ് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി. അപ്പോൾ എനിക്കും കുറച്ച് ഓറഞ്ച് ജ്യൂസ് തന്നു. പക്ഷേ ഭയങ്കര പുളിയായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ അത് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ പുളിക്കുന്നു. ഒരു നാച്ചുറൽ ഫീലിങ്ങിന് വേണ്ടി ഞാൻ അതുപോലെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കി. ബീഫ് കറിയും പൊറോട്ടയും കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചോറാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ചോറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കലത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ റെസിപ്പിയിൽ ബീഫൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. ഇതിപ്പോൾ രാത്രി 8:30 ഇവിടെ. പക്ഷെ കണ്ടില്ലേ, പുറത്തിപ്പോഴും അത്യാവശ്യം വെളിച്ചമുണ്ട്. കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി 11-11:30 വരയ്ക്കൊക്കെ ഇതിനെക്കാട്ടിയും വെളിച്ചം ഉണ്ടാവും കേട്ടോ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി തലയിൽ എണ്ണയൊക്കെ തേച്ച് വിട്ടോ. എനിക്ക് കുളിക്കുകയൊക്കെ ചെയ്യണം. ഇന്ന് ഹെയർ വാഷ് ഡേ ആണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് ഓഫീസിലെ വർക്കും പിന്നെ കുറച്ച് ബാങ്കിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് മറന്നു തന്നെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ പ്ലാൻ ചെയ്ത ലിസ്റ്റിൽ അത് ഉണ്ടായിരുന്നതാണ്, പക്ഷെ മറന്നുപോയിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് ചെയ്തു. ഞാനൊരു ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് പെട്ടിട്ട് ആകെ പാടി കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടും ഒരു ഹസ്ബൻഡും പറഞ്ഞു ബീഫ് കറി ചട്ടിയിൽ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു. പക്ഷേ ആക്ച്വലി നല്ല ടേസ്റ്റാണ്. അവർ വെച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് കൊണ്ട് തന്നായിരുന്നു. പക്ഷേ ഇത് ഒരുപാട് സമയം എടുക്കണം. ഞാനൊരു 2 മണിക്കൂറോളം ചട്ടിയിൽ വെച്ചു. ബീഫിന് ഒരു അനക്കമില്ല. അവസാനം ഞാൻ ഗതി കെട്ടിട്ട് ഞാൻ കുക്കറിൽ വെച്ചു.
ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം, കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം പോയി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഫുഡ്. എനിക്കാണെങ്കിൽ ചോറില്ലാണ്ട് പറ്റില്ല. അപ്പോൾ ബീഫ് കറി, പടവലങ്ങ കൊണ്ട് ഉപ്പേരി, പിന്നെ ഡേറ്റ്സിൻ്റെ പിക്ക്. ഹസ്ബൻഡിന് ചോറ് വേണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഹസ്ബൻഡിന് പൊറോട്ടയും ബീഫ് കറിയും. അത് കഴിഞ്ഞ് വിക്രമിൻ്റെ ഒരു പുതിയ മൂവി ഉണ്ടല്ലോ, വീരധീര സൂരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവിയൊക്കെ കണ്ടിട്ടാട്ടോ കിടന്നുറങ്ങിയത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു കുട്ടി വ്ളോഗ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും ചെയ്യണേ.